ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചി ഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഡാഡി വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ നോർത്ത് ഇന്ത്യൻ വിഭവമായിട്ടാണ് മുഗളായി ചിക്കൻ കറി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് എരിവിൻ്റെ അംശം വളരെ കുറവാണ്. അപ്പോൾ ധൈര്യമായി കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഒട്ടും സമയം കളയേണ്ട നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് ചിക്കൻ മുഗളായി ഉണ്ടാക്കാൻ വേണ്ടി മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി ചിക്കൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് 700 ഗ്രാം ചിക്കനാണ്, സാധാ പീസായിട്ട് മുറിച്ചതാണ്. 700 ഗ്രാം ചിക്കൻ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാനാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. ഒരു 30 മിനിറ്റ് ഇത് മാറിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുകയാണ്. അതൊരു 30 മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതിനൊരു പേസ്റ്റ് ഉണ്ടാക്കണം. പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു മിക്സി എടുത്തു. ആ മിക്സിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരാണിത്, ഒരു 15 ആൽമണ്ടും 15 കാഷ്യൂനട്ടും ഒരു 20 മിനിറ്റ് മുമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അത് ഈ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രൈഡ് ഓണിയൻ. ഈ ഫ്രൈഡ് ഓണിയൻ എങ്ങനെയാണ് ശരിയാക്കുന്നുള്ളത് ഞങ്ങളുടെ പുറയിലുള്ള റെസിപ്പികളൊക്കെ നോക്കി കാണാം. വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂൺ. 3 ടേബിൾ സ്പൂൺ തേങ്ങ. ഇതൊരു ഉണക്ക തേങ്ങയാണ്, ഇത് നല്ല പച്ചയല്ല, നല്ല ഉണങ്ങിയ തേങ്ങ. ഒരു 3 ടേബിൾ സ്പൂൺ ചിരണ്ടി ഒന്ന് പൊടിച്ചതാണ്. ഒരു 2 ചെറിയ പച്ചമുളക് കീറി വെച്ചിരിക്കുന്നു, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 കപ്പ് വെള്ളം. ഇതെല്ലാം ചേർത്തു. ഇതിന് നമുക്കൊന്ന് ക്രീം പേസ്റ്റായിട്ട് അരച്ച് മാറ്റാം. ഇത് നല്ല ക്രീമായിട്ട് അരച്ചിട്ടുണ്ട്. ഈ പരുവ് മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. മുഗളായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി അതിനുള്ള ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് ഈ വലിപ്പമുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നു. ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നെയ്യൊക്കെ ഒഴിക്കുന്നത്. അതൊന്ന് ചൂടായി ഒന്ന് ഉരുകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യമായ സാധനങ്ങൾ ചേർക്കാം. ഒരു 6 ഏലക്ക, ഒരു 6 ഗ്രാമ്പു, ഒരു 10-12 കുരുമുളക്, 2 ചെറിയ ബേ ലീഫ്, 1/2 ടീസ്പൂൺ ജീരകം. നമുക്കൊന്ന് ഇളക്കി മൂപ്പിക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു വലിയ സബോള പൊടിയായിട്ട് കൊത്തിയരിഞ്ഞാണ് ഇതോടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി നല്ല ക്രീം മാതിരി ഒന്ന് പേസ്റ്റ് ആകണം. ഒരല്പം ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ സബോള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ്. ഒന്ന് ഇളക്കി വഴത്തിയെടുക്കാം. സബോള നല്ലപോലെ വഴണ്ടു, എണ്ണയൊക്കെ വെളി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മുമ്പ് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതായ ചിക്കൻ അതിലേക്ക് ചേർക്കാം. ചിക്കൻ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിട്ട് 2 മിനിറ്റ് നമുക്കതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്നതായ ക്രീം ചേർത്ത് കൊടുക്കാം. വെള്ളം പോരാഴിയുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ, ചൂടുവെള്ളം നമുക്ക് ഈ മിക്സി കഴുകി അതിനകത്ത് ഒഴിക്കും. ഒരു 1/2 കപ്പ് വെള്ളം ജാറ് കഴുകി അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു അടച്ച് 10 മിനിറ്റ് ചിക്കൻ വേവിക്കാം. ഇതിനകത്ത് കിടന്ന് വേണം ഇത് വേകാൻ. ഈ മുഗളൈ ചിക്കൻ എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. ഇതിന് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ വേവായിട്ടുണ്ട്. അതിലേക്ക്
1.5 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ചെറിയ പച്ചമുളക് കീറിയിട്ടത്, നമ്മൾ മുമ്പേ വറുത്ത് വെച്ചിരുന്നതായ ഫ്രൈഡ് ഓണിയൻ ഒരു 3 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് 10 മിനിറ്റ് ചിക്കൻ വേവിക്കാം. കാരണം ചിക്കൻ്റെ വേവ് നോക്കണം. ചിക്കൻ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവറൊക്കെ അടിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഒരു 1/4 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കാം. ഒരു ഇത്ര മല്ലിയില, ഒരു കുറച്ച് പുതിനയില ചെറുതായിട്ട് അരിഞ്ഞാണ് ഇവിടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ്. വളരെ രുചികരമായ ചിക്കൻ മുഗളൈ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ തയ്യാർ ചെയ്ത് നോക്കണം. തയ്യാർ ചെയ്താൽ മാത്രം പോരാ, ഇതിൻ്റെ കമൻസ് ഞങ്ങളെ അറിയിക്കണം. അതിനുശേഷം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല, അതിൻ്റെ അടുത്ത് കാണുന്നതായി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ഇങ്ങനെയുള്ള റെസിപ്പികളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ്.